നിന്റെ അഴിഞ്ഞാട്ടം കാണാനല്ല നിന്നെ ഞാൻ പഠിക്കാൻ വിട്ടത്. എന്റെ വീട്ടിൽ നിൽക്കുവാണേ ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. ഞാനൊരു പയ്യനോട് ബൈക്ക് കയറിയതിനാണോ അച്ഛൻ ഇത്രയും ബഹളം വെക്കുന്നേ? നീ ഒരുത്തന്നെ കൂടെ എവിടെയും കയറണ്ട. വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. അടിച്ചിന്റെ ഞാൻ ബാക്കി ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ചെയ്, നീ ഇനി ഒരിടത്തും പോകണ്ട. അത് അച്ഛൻ മാത്രമാണോ തീരുമാനിക്കുന്നേ? ആ, തൽക്കാലം ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി. നാളെ തൊട്ട് ഈ വീടിന്റെ പടി ഇറങ്ങിയ മുട്ടുകാലടിച്ചാൻ പൊട്ടിക്കും. എവിടെയാണ്? കാണാനില്ലല്ലോ. ഇത്ര പെട്ടെന്ന് കിടന്നാ? ഇല്ല. പിന്നെന്താ വിളിച്ചിട്ടെടുക്കാത്ത? തന്തപ്പടി ഉണ്ടായിരുന്നോ? എന്റെ വാവയ്ക്ക് എന്ത് പറ്റി? ശോകമാണല്ലോ. നീ പോയി കിടന്നു ഉറങ്ങിക്കോ, നാളെ വിളിക്കാൻ ഞാൻ. എടാ, ഞാനിവിടെ റെഡിയായി നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ ഊട്ടി പോവാണെന്ന്. ആ, പോയിട്ട് വാ. ബൈ. എടാ പോലെ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോ. അല്ലേ വിളിക്ക്. സീനുണ്ടോ? പറയടാ, ടെൻഷൻ ആക്കല്ലേ. കുഴപ്പമൊന്നുമില്ല. നീ ഓക്കെ അല്ലേ? അതേടാ, നീ ട്രിപ്പൊക്കെ പോയിട്ട് വാ. ഉറപ്പാണോ? ഉറപ്പ്. നീ എത്തിച്ചു വിളിക്കേ. നിന്നെ അങ്ങനെ വിട്ടിട്ട് എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ കാമുകനല്ലേ? എങ്കിലേ ഈ കാമുകിക്ക് ഈ കാമുകനെ കാണാൻ തോന്നുന്നുണ്ട്. അതിനിപ്പോ എന്താ ചെയ്യാ? പറ്റില്ലല്ലോ. അപ്പൊ എന്റെ കാമുകൻ പോയി ഉറങ്ങിക്കോ. പറ്റില്ല, അതൊന്നും പറയല്ലേ. നമ്മ ഇവിടെ ഉണ്ട്. അയ്യോ, നീ ഇതെങ്ങനെ? കാമുകി കാണണോന്ന് പറഞ്ഞ കാമുകന് പറഞ്ഞെത്തിയില്ലേ പറ്റൂ. എടോ, നീ എന്ത് ധൈര്യത്തിലാ? അച്ഛൻ കണ്ട തീർന്നു. ആ കള്ളക്കളറുണ്ട് പോകാൻ പറ. കൂടിപ്പോ എന്ത് ചെയ്യും? നിന്നെ ഇവിടുന്ന് ഇറക്കി വിടും. നിന്നെ ഞാൻ അന്തസ്സായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോകും. പെട്ടെന്ന് പിടിച്ചേട്ടാ, അല്ലെങ്കിൽ നിനക്ക് വേറെ കാണുമല്ലോ, തപ്പേണ്ടി വരും. എന്റെ അമ്മേ, സന്നിധാനത്തി നിനക്ക് റൂമിൽ താഴെ വെച്ചാൽ മതിയായിരുന്നു. വരല്ലേ? ഇവിടുത്തെ ഉത്സവം ഫുൾ ലൈറ്റ് ആണല്ലോ. ഇതാണല്ലേ നമ്മുടെ ഭാവി ബെഡ്റൂം. കൊള്ളാം. എന്റെ ആദ്യ രാത്രി കിടക്കാൻ പോകുന്ന എന്റെ ബെഡ്റൂം. ഞാനൊന്ന് ശരിക്കും വീക്ഷിക്കട്ടെ. എന്താ ഇത്? ഫാലിമി ഫോട്ടോയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല. നീ ഒന്ന് തിരിച്ചോ? എങ്ങനെ? എന്റെ അഞ്ച് നിന്റെ ഈ സ്നേഹം കാണുമ്പോഴാണ് കാര്യം. എന്റെ അമ്മ, എന്റെ വിളിക്ക. അയ്യോ, താഴെ പോയി ശരിയാവില്ല. എന്റെ അച്ഛനാ. എന്താ ശബ്ദം കേട്ടെ? അതാ ഫ്രെയിം താഴെ പോയതാ. ഓഹോ, എന്റെ അമ്മ കാല്. കളവന്റെ കൈ കിട്ടിയ ഈ രാത്രി എന്റെ അന്ന് രാത്രി. ഈശ്വരാച്ചനെ ഇവനെ കണ്ടാ തീർന്നു. ഭാഗ്യം കണ്ടില്ല. കുനിഞ്ഞ തീർന്നു. കുനിഞ്ഞ അയ്യോ. ഭാഗ്യം മണ്ടൻ. പിന്നെ നിന്റെ വണ്ടിയുടെ താക്കോല് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നീ പുറത്തേക്ക് പോകണമെന്ന് കാണണം.
അയ്യേ കരയുന്ന എന്താ ഇത്? ഡേയ് നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും, അല്ലെങ്കിൽ വീട്ടുകാരെങ്ങനെയാണ് ചുമ്മാ എന്തെങ്കിലും എങ്ങനെ പറയും. നമ്മൾ മക്കൾ അങ്ങനെ എല്ലാം മൈൻഡ് ചെയ്യാൻ പാടില്ല. അവർക്കല്ലേ പറയാൻ സ്വാതന്ത്ര്യമുള്ളൂ, നമുക്ക് കേൾക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാത്തിനും കുഴപ്പം. പണ്ട് തൊട്ടേ ഞാൻ എന്ത് ചെയ്താലും പ്രശ്നം. എനിക്ക് മടുത്തു. എനിക്കിപ്പോ വീട്ടിൽ വരാനേ തോന്നുന്നില്ല. അഞ്ചു പോട്ട്, നിന്റെ അച്ഛനല്ലേ? അച്ഛനാണ്, അതുകൊണ്ടാ. ഇപ്പൊ തന്നെ നിന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് ആരോ കണ്ടു വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതിനെ ഈ കിടന്ന് കാണിക്കുന്ന മൊത്തം. എന്നോട് വീട്ടിന്റെ പുറത്തു കൊണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ശരി, അതിനാണ് ആ കള കൂടെ ചാടുത്തുള്ളത്. എന്റെ ശരിക്കുള്ള സ്വഭാവം കിളവനെ അറിഞ്ഞൂടാ. താഴെ പോയി കിളവന്റെ മുഖത്തൊക്കെ കണ്ട് പറയട്ടാ. എന്ത്? അച്ഛ, ഇതെന്റെ കാമുകിയാണ്. ഇനി അവളെ വല്ലതും പറഞ്ഞ തന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. എന്റെ പൊന്നു സഞ്ജു, നീ മിണ്ടാതെ ഇവിടെ വന്നിരുന്നേ. ഞാൻ പറയും, എനിക്കൊരുത്തരും പേടിയില്ല. നിന്റെ ബൈക്ക് കയറ്റേണ്ട പേരെന്താന്നാ പറഞ്ഞേ? പേര് സഞ്ജു. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ബെസ്റ്റ് ആയാലും ലാസ്റ്റ് ആയാലും അവന്റെ നമ്പർ എനിക്ക് അയച്ചിട്ടോ കേട്ടോ. നിന്റെ അച്ഛന് പ്രാന്താടാ, പാതിരാത്രി ഉറക്കമല്ലേ കളവന്? നേരത്തെ എന്തൊക്കെയാ ഡയലോഗ് അടിച്ചായിരുന്നല്ലോ. അത് ഞാൻ പിന്നെ ഓർത്തത്, അമ്മായിച്ചനെ എതിർക്കുന്നത് നല്ല മരുമോന് ചേർന്നല്ല. എനിക്കല്ലേലും ഒന്നും വെച്ചിട്ടില്ല. ഈ നരകത്തിൽ തന്നെ കൊടുക്കാനായിരിക്കും എന്റെ വിധി. എല്ലാം ശരിയാകും അഞ്ജു. ഇപ്പൊ നിന്റെ കാമുകിന്റെ കൂടെയല്ലേ, എൻജോയ് ചെയ്യൂ. നിനക്കറിയാലോ, പണ്ട് മുതൽ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, എവിടെയും പോവാനും സമ്മതിക്കില്ല. ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നത് പോലും ഇഷ്ടമല്ല, പെണ്ണുങ്ങളായാലും. എടാ, നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. ലൈഫിൽ ഒരു ഫേസ് ഡിഫിക്കൽട്ടാണ്, നമ്മൾ അതിനെ ചങ്കുറ്റത്തോടെ നേരിടണം. ഇത് എന്നെ കണ്ട് പഠിക്ക്. ഞാനൊരു കാര്യം തീരുമാനിച്ചു. അതാണ്, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ ആവണം പെണ്ണുങ്ങളെ കഴിഞ്ഞാൽ. എന്താണ് തീരുമാനം? ഇന്ന് നീ പോകുമ്പോ നിന്റെ കൂടെ ഞാനും വരും. നല്ലത്, വളരെ നല്ല തീരുമാനം. എങ്ങനെ? ആരുടെ വീട്ടിലേക്ക് ആര് വരുമെന്ന്? നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുമെന്ന്. എപ്പോ? ഇപ്പൊ നീ പോകുമ്പോ. അത് നിന്റെ ഒരു തമാശ. എന്നിട്ട് ഞാൻ തമാശ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നീ ഇതെന്തോ നീ പറയണത്? ഞാൻ നിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് നിന്നെ ഒരുമിച്ച് പുറത്താക്കിയിട്ട് അവസാനം പരിപാടി കിടക്കാനാണ്. എനിക്കതൊന്നും അറിയില്ല സഞ്ജു, ഞാൻ നിന്റെ കൂടെ വരും. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക അഞ്ജു, അതിനൊക്കെ സമയമുണ്ട്. ഞാൻ നിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ജോലിയും കൂലിയില്ല, ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? നേരത്തെ ഇങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നേ. നിന്നെ ഞാൻ അന്തസ്സായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോകും. അന്തസ്സായിട്ട് വീട്ടിൽ വിളിച്ചോണ്ട് പോകും. എന്തൊക്കെയായിരുന്നു എടേ, ആ സമയത്ത് ഒരു മാസ്റ്റർ ഡയലോഗ് അടിഞ്ഞു വെച്ചിട്ട് ഞാനത് എപ്പോഴും പറയണല്ലേ, വലിയ കാര്യമൊന്നുമില്ല. നിനക്കിപ്പോ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല്ലയോ? പറ്റിയില്ലെങ്കിൽ ഞാനിപ്പോ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു നീ എന്റെ റൂമിൽ കയറിയെന്ന് എന്നെ കയറി പിടിച്ചു. ഏത് ഗുളിയും കയറി നേരത്താണെന്ന് ചോദിച്ചാൽ ഇവളെ വിഷമം കേട്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഊട്ടി വഴി വല്ല ശബരിമലയ്ക്ക് പോയാൽ മതിയായിരുന്നു. നിനക്കൊരു കാര്യം അറിയുമോ? അമ്മയുടെ ഞാൻ ഊട്ടി പോകണമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അനന്തു ആണിയുടെ വണ്ടിയായിട്ട് വെയിറ്റ് ചെയ്യാണ്, 5 മിനിറ്റിൽ നിന്നെ കണ്ടുവരും എന്ന് പറഞ്ഞിട്ട്. അതിനിപ്പോ എന്താ? നീ ഇരിക്ക്, ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. ഇന്ന് എന്താ ആഴ്ച? ഇന്ന് ചൊവ്വയാ? സമയത്രേ? 2:15. എന്റെ അഞ്ജു, ചൊവ്വാഴ്ച, അതും 2 മണിക്ക് ശേഷം ഒരു കാമുകൻ കാമുകയെ വീട്ടിൽ നിന്നും ഇറക്കേണ്ടിവരാൻ പാടില്ല. അത് കാമുകിക്ക് ദോഷമാണ്. എന്നിട്ട് അഞ്ജു, നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. അതിന് എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. വിശ്വസ്തോണ് ഇവിടെ കാണല്ലേ. നിന്റെ ഒരു ഉടായ്പും നടക്കൂല സഞ്ജു. ഞാനിവിടെ ഒരുമാതിരി അവസ്ഥയിൽ നിൽക്കുക. ഓക്കെ, എനിക്കിപ്പോൾ ശരിക്കും നിന്റെ അവസ്ഥ മനസ്സിലായി. ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാം. അതിനാദ്യം വേണ്ടത് എന്താണ്? കയർ. അത് ഞാൻ താഴെ പോയി കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ നിന്നെ ഇറക്കാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാട്ടാ.
എന്നിട്ട് ആ വഴി നിനക്ക് അങ്ങ് പോണം അല്ലേ? അഞ്ജു നോ. നിന്റെ ഒരു ഉടായ്പ നടക്കില്ല സഞ്ജു. നിന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ശരിയാവില്ല അഞ്ജു. ആകെ കുഴപ്പവും. അതാ ഞാനീ പറയുന്നത്. എനിക്കൊന്നും അറിയണ്ട, ഞാൻ നിന്നോട് വന്നിരിക്കും. ഇല്ലേ ഞാൻ ഇപ്പൊ വിളിച്ചു. ദുരിതമേ പ്രണയം അതികഠിനം നഗരുവിൽ ലളിതം സുഖഭരിതം ലഹരിയിൽ കുഴയും പദചലനം മടയിലൊടുങ്ങി. ദുരിതമേ പ്രണയം അതികഠിനം നഗരുവിൽ ലളിതം സുഖഭരിതം ലഹരിയിൽ കുഴയും പദചലനം മടയിലൊടുങ്ങി. അയ്യോ ഒരു ഷൂ. കുഞ്ഞുങ്ങളുടെ ഷൂ പെട്ടെന്ന് പോകാൻ. ചായ കടി എന്തെങ്കിലും വേണോ? ഓ ഒന്നും വേണ്ട അഞ്ജു. നിന്റെ അച്ഛനും അമ്മയും എണീക്കാൻ കുറച്ചുകൂടെ സമയമുണ്ട്. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പോവില്ല. പെട്ടല്ലേ ഈശ്വര. സഞ്ജു എനിക്ക് വിശക്കുന്നു. നമുക്ക് നിന്റെ വീട്ടിൽ പോവാം. എനിക്ക് ഇവിടുന്ന് എന്തുകൊണ്ട് ഞാൻ മേടിച്ചു തരാം. വേറെ ഒഴുക്കം മേടിച്ചു കഴിച്ചോ. അത് വേണ്ട, എനിക്ക് നിന്റെ അമ്മ ഉണ്ടാക്കണ മതി. അമ്മ തരും. അമ്മ തരൂല്ലേ? ചേട്ടാ ഒരു ചായ കൂടെ വേണ്ടി വരുവേ. നീ ഊട്ടി പോയില്ലേ? ഊട്ടി പോയി. കൂടെ ഒരു പൊട്ടിയും കൂടെ കൊണ്ടുവന്നു. ഇതാരാ? അച്ഛനില്ലേ? അച്ഛനില്ല. അച്ഛൻ വന്ന വേലക്കാരി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ എന്റെ റൂമിൽ കിടത്തിക്കോളാം. നീ എന്ത് വായിച്ചാ? അച്ഛൻ അറിഞ്ഞ നീ വീട്ടിൽ നിന്ന് പുറത്താ. അച്ഛനിപ്പോ വരാൻ സാധ്യത ഉണ്ടോ? ഞാൻ ഇറങ്ങി ഓടാൻ വേണ്ടിയിരുന്നു.